ഹേ എവരിവൺ, വെൽക്കം ടു ഫിൻ ഫൗണ്ടറി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിക്ഷേപത്തിന് വീക്ക്ലി ചാർട്ടിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ ചില മൂവിങ് ആവറേജിന്റെ മിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനത് എന്തിനു ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇതിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാനൊരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ക്ലയന്റ് സീറോധയാണ്. അപ്പോൾ സീറോധയിലാണ് ഈ ചാർട്ട് സെറ്റപ്പ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വീക്ക്ലി ചാർട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വീക്ക്ലി ചാർട്ട് ഉപയോഗിക്കുന്നത് ബേസിക്കലി പ്രൈസിലുള്ള ഡെയിലി മൂവ്മെന്റ്സ് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യത്തിനായിട്ടാണ്. അപ്പോൾ അതിൽ മുന്നോട്ട് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങളൊരു ടെക്നിക്കലായിട്ടുള്ള ചാർട്ടിൽ ഓവറായിട്ട് റിലേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരു ബേസിക്സ് ഒക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അതിൻ്റെ ഒരു സാമാന്യ ബേസിക്സ് ഒക്കെ ഞാൻ ഇതിൽ വിശദീകരിക്കാം. ഇപ്പോൾ പുതിയൊരാളാണെങ്കിൽ അപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഞാൻ എൻ്റെ നിക്ഷേപ ഫ്രെയിംവർക്സിൽ ഒരു കാര്യം മാത്രമാണ് ഈ പറഞ്ഞ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ചാർട്ട്സ് എല്ലാം. അപ്പോൾ അതിൽ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ അനാലിസിസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസിൻ്റെ പ്രോഗ്രസിൻ്റെ അവരുടെ KPIസിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു കൺഫർമേഷന് വേണ്ടി ഒരു തേർഡ് കൺഫർമേഷന് വേണ്ടി വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ചാർട്ട്സ് ഉപയോഗിക്കും. ഇതിൽ ഞാൻ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പറഞ്ഞ മൂവിങ് ആവറേജ് എന്ന് വിളിക്കുന്ന ഈ ലൈൻസ്, ഇപ്പൊ അതിൽ രണ്ട് ടൈപ്പ് മൂവിങ് ആവറേജ് ഉണ്ട്. ഒരു സിമ്പിൾ മൂവിങ് ആവറേജ് എന്നൊരു ലൈൻ ഉണ്ട്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് 21 SMA ആണ് ഇതെങ്കിൽ എന്ന് വിചാരിക്കുക. 21 SMA ആണെങ്കിൽ അവിടെ അത് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് 21 ഡേയ്സിൽ അതിൽ ഓരോ പോയിന്റും, അതായത് ഈ പറഞ്ഞ ഈ ചാർട്ടിലെ ലൈൻ വരയ്ക്കുന്ന ഓരോ പോയിന്റും അവസാന 21 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് ആണ്. അതായത് പ്രൈസിന്റെ മൂവ്മെന്റിന്റെ, അതായത് ചുവപ്പും പച്ചയും ക്യാൻഡിൽസ് ആണ് ശരിക്കുള്ള പ്രൈസിന്റെ മൂവ്മെന്റ്. ഈ പറഞ്ഞ 21 SMA ആണെങ്കിൽ ലാസ്റ്റ് 21 ഡേയ്സിന്റെ ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് ആണ് അതിൽ ഓരോ പോയിന്റ്. അപ്പൊ അടുത്ത ദിവസത്തെ പോയിന്റ് വരയ്ക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 21 ദിവസത്തെ, അപ്പൊ അത് പയ്യെ പറഞ്ഞ പ്രൈസിനനുസരിച്ച് പയ്യെ നീങ്ങും, കുറച്ച് ലാഗിങ് വരും. അപ്പൊ ആ ലാഗിങ്ങിനെ മറികടക്കാനാണ് നമ്മൾ EMA ഉപയോഗിക്കുന്നത്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. അപ്പൊ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് ഗുണമെന്ന് വെച്ചാൽ EMAയിൽ റീസെന്റ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് ആണ് അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്, അത് ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ 21 EMA ഉദ്ദേശിക്കുന്നത് 21 ഡേയ്സിന്റെ മൂവ്മെന്റ് ആണ്, പ്ലസ് റീസെന്റ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് കണക്കൂട്ടിയെടുത്ത ഒരു പോയിന്റ് ആണ്. അപ്പൊ പോയിന്റ് കണക്ട് ചെയ്തിട്ടാണ് ഈ 21 EMAയുടെ ലൈൻ പോയിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ റെഡ് ലൈൻ, ചുവപ്പ് ലൈൻ ഞാൻ പറഞ്ഞതുപോലെ പ്രൈസിലുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ വീക്ക്ലി ചാർട്ട് പറയുന്നതുകൊണ്ട് വീക്ക്ലി പ്രൈസ് മൂവ്മെന്റ്സ് ആണ്. ഈ സ്കൈ ബ്ലൂ ലൈൻ ഞാൻ 10 EMA, അതായത് 10 വീക്ക്ലി മൂവിങ് ആവറേജിന്റെ ഒരു ലൈനാണ് അവിടെ. പിന്നെ ഞാൻ ഒരു ലോങ് ടേം സപ്പോർട്ടായിട്ട് 200 EMA ഉപയോഗിക്കുന്നു. അപ്പൊ പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും RSI ഒരു ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഓസിലേറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി മാർക്കറ്റ് ഓവർ സോൾഡ് ആണോ ഓവർ ബോട്ട് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ ലെവലിൽ, അതല്ലെങ്കിൽ മൂവ്മെന്റിൽ എന്തോരം സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓസിലേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് തരും. അപ്പൊ സാധാരണഗതിയിൽ ഈ RSI ഉപയോഗിക്കുന്നത് ഒരു 70s മേളിൽ ഓവർ ബോട്ടായിട്ടും ഒരു 30s താഴെ ഓവർ സോൾഡ് ആയിട്ടുമാണ് ഈ പറഞ്ഞ RSI ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സാധാരണ ഇതിന്റെ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ. പക്ഷെ ഞാനിതിൽ ഉപയോഗിക്കുന്ന അല്പം വ്യത്യാസമുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതിൽ സ്റ്റഡീസിൽ പോയി ഞാനത് കാണിച്ചു തരാം ഞാനത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ളത്. അപ്പൊ RSI ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓവർബോട്ടിന്റെ സോണിൽ, ഓവർബോട്ട് സോൺ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന 60ന്റെ മേളിലാണ്. അതുപോലെ തന്നെ ഓവർ സോൾഡ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 50ന്റെ താഴെയാണ്. പ്രൈസ് മൂവ്മെന്റ് EMAയുടെ താഴെ പോകുമ്പോഴാണെങ്കിൽ നമ്മളത് ഇപ്പം ആ ചാർട്ട് ബെയറിഷ് ആയി എന്ന് പറയുന്നത് ഈ പ്രൈസ് EMAയുടെ താഴെ പോകുന്ന കണ്ടീഷനിലാണ്. അപ്പൊ അത് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി RSI 50ന്റെ താഴെ പോകുന്നുണ്ടോ ഞാനിവിടെ ചെക്ക് ചെയ്യും. ഈ പറഞ്ഞ കൺഫർമേഷൻ അവിടെ കിട്ടും. പിന്നെ വേറൊരു കൺഫർമേഷൻ വോളിയത്തിന്റെ കാര്യത്തിൽ, അപ്പൊ സ്റ്റോക്കിന്റെ കൊണ്ടാണെങ്കിൽ നമുക്ക് വോളിയം കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതൊരു ETF, PSU ബാങ്ക് ബീസ് ETF ആയതുകൊണ്ട് വോളിയത്തിന്റെ കാര്യമായ മൂവ്മെന്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിൽ വോളിയം കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മൂവ്മെന്റ്സിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ വോളിയത്തിന് റിലേറ്റീവ്ലി ഒരു ചെറിയൊരു പുഷ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രൈസിന്റെ മൂവ്മെന്റിൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. പ്രൈസിന്റെ മൂവ്മെന്റ് എലോൺ കൊണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ RSI കിട്ടുന്നു. അതിൽ വോളിയത്തിന്റെ ഒരു അഡീഷണൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വോളിയം കൂടി ഉപയോഗിക്കുന്നു. ഇനി ഇത് ബുള്ളിഷ് ആകുന്ന ടൈം RSI 60ന്റെ മേളിൽ പോകുന്നുള്ളതാണ് എന്റെ കണക്കൂട്ടൽ. അതായത് എപ്പോഴൊക്കെ നിങ്ങൾക്ക് റിവേഴ്സിൽ കാണുന്നു, അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പോയിന്റ്, അതായത് അത് കുറെ നാളായിട്ട് ഈ 60ന്റെ മേളിൽ പോയിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു പോയിന്റിൽ
60ന്റെ മേളിൽ പോയിരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ഈ വീക്ക്ലി ക്ലോഷർ 21 EMAയുടെ മേളിലാണെങ്കിൽ ഞാനത് നല്ലൊരു സൂചനയായിട്ട് കണക്കാക്കും. ഒരു ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞ മേലോട്ടുള്ള കുതിപ്പ് അത് ഇവിടെ കുറെ കൂടെ കൺഫേം ആയിട്ട്, അതായത് 60ന്റെ മേളിൽ നന്നായിട്ട് മൂവ്മെന്റ്സ് നടത്തിയിട്ട് പിന്നെ ഒരിക്കലും അത് 50ന്റെ താഴെ പോയിട്ടില്ല. അപ്പൊ 50ന്റെ താഴെ പോകലും 21 EMAയുടെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്യലും കൂടെ ആകുമ്പോഴത്തേക്ക് ഞാനത് കൺഫർമേഷൻ എടുത്തിട്ട് അതിൽ അതൊരു നെഗറ്റീവ് സൈൻ ആയിട്ട് ഞാൻ കാണും. ഞാനൊരു വേറൊരു ചാർട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ യൂട്ടിലിറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത് സ്മോൾ ക്യാപ്പിന്റെ ഇൻഡെക്സിന്റെ ചാർട്ടാണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് കുറെ കൂടെ ക്ലിയർ ആണ്. ഇവിടെ ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സിൽ വരുന്നു, അതായത് 21 EMAയുടെ മേളിൽ ഈ പൈസ പോകുന്നു, അപ്പ് മൂവ്മെന്റ് വരുന്നു, ഒരിക്കലും അത് 60ന്റെ താഴെ പോകുന്നില്ല, പിന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ വേണ്ടി താഴെ വരുന്നു, പിന്നെ ഇത് ബേറിഷ് ആകുന്നു കുറച്ച് നാളത്തേക്ക്. 50ന്റെ താഴെ പോകുമ്പോഴത്തേക്കും ഇത് ബേറിഷ് ആകുന്നു. പിന്നെ നടുക്കുള്ള ആ ഒരു മൂവ്മെന്റ്സ്, ഇപ്പൊ നടുക്കുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ് ആണ് അതൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സോൺ, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സോൺ എന്ന് ഞാൻ വിളിക്കാം. നെഗറ്റീവ് പോകുന്നു, തിരിച്ച് പിന്നെയും ബുള്ളിഷ് ആകുന്നു. അപ്പോൾ വേണമെങ്കിൽ അവിടെ നമുക്ക് ഇപ്പൊ ചാർട്ടിൽ റീസെന്റ് മൂവ്മെന്റ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്കൊരു കൺഫർമേഷന് വേണ്ടി നമുക്ക് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ടെക്നിക്കൽ ആസ്പെക്ട്സ് ചിലപ്പം വേറെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കാണും, ചിലപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണും. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു നിക്ഷേപ ഫ്രെയിംവർക്കിൽ നിന്ന് ഞാൻ വീക്ക്ലി ചാർട്ടിൽ ഉപയോഗിക്കുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.